ഞാൻ ആദ്യമായിട്ട് ആ പെർഫോം ചെയ്യുന്നതും ജയസൂര്യ പുള്ളിയുടെ മുമ്പിൽ തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ ചെയ്യാൻ പറ്റി. ഇത് ആണിന്റെ ലോകമല്ല, പെണ്ണിന്റെ അല്ല, ഇത് കഴിവിന്റെ ലോകമാണ്. പുള്ളി എന്നെ ഞെട്ടിപ്പോയി. കാരണം അതേപോലെ പക്ക കോസ്റ്റ്യൂം ചെയ്തു തന്നു. പുള്ളി ഈ കോസ്റ്റ്യൂമൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു, എന്നെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് തരാമെന്നൊക്കെ പറഞ്ഞു. 2 തവണ മികച്ച നടിക്കുള്ള അവാർഡും സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടി. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന ടൈമിൽ. ശരിക്കും എങ്ങനെയാണ് ഈ ഫീമെയിൽ വോയിസിൽ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നേരിട്ട് കാണുന്നില്ലല്ലോ, ഫോൺ വഴിയുള്ള ഒരുപാട് പ്രേമങ്ങളുണ്ടായിരുന്നു ആ ടൈമിലൊക്കെ. പിന്നെ സാമ്പത്തികമായാലും സ്റ്റേജ് ഷോ ആണ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ. ചാനലിൻ്റെയൊക്കെ പെൻഡിങ് ആയിരിക്കാം, ചിലപ്പോൾ കിട്ടിയത് എപ്പോഴായിരിക്കും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പലതും പെൻഡിങ് ആയി പോയതുണ്ട്. 3-4 വർഷമായിട്ട് നമുക്ക് ഈ കൊറോണയ്ക്ക് ശേഷം കൊണ്ടുള്ള ശേഷം സ്റ്റേജ് ഷോ വളരെ കുറവാണ്. ആഗ്രഹിച്ച കുറേ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി. മാക്കം ഭഗവതി അത് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ ചന്തു വടക്കം വീര കഥ, ഉണ്ണിയാർച്ച. എന്നോടെന്തിനെ പിണക്കം, ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം. വെൽക്കം ടു ഇൻ ഫ്രെയിം മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് ഏഷ്യാനെറ്റ്, അതുപോലെ തന്നെ മഴവിൽ മനോരമ തുടങ്ങിയ പ്രധാനപ്പെട്ട ചാനലിലൊക്കെ തന്നെ കോമഡി കഥാപാത്രമായിട്ട് എത്തുന്ന ഒരു വ്യക്തിയാണ്. യെസ്, ഇദ്ദേഹം പുരുഷന്മാർക്കിടയിലെ സ്ത്രീഭാവം എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം. അത്തരത്തിൽ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഇൻ ഫ്രെയിം മീഡിയയിൽ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. വിനോദ്, വെൽക്കം ബാക്ക് ടു ഇൻ ഫ്രെയിം മീഡിയ. താങ്ക് യു. നമസ്കാരം. യെസ്, നമസ്കാരം. അപ്പോൾ ഈ പറഞ്ഞ പോലെ വേദികളിലെ പുരുഷ സ്ത്രീ സാന്നിധ്യമാണ് താങ്കൾ, അല്ലെ? പേര് വിനോദ്. ആ വിനോദിന്റെ പുറകിൽ മറ്റൊരു പേരും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അത് നമ്മുടെ സ്വന്തം സമിതിയുടെ പേരാണ്, നർമ്മകല. അടുത്ത ഈ ഇപ്പൊ വരാൻ പോകുന്ന വർഷം ഞങ്ങളുടെ 29ാമത്തെ വർഷത്തെ പ്രോഗ്രാമാണ് നർമ്മകലയുടെ. അപ്പോൾ അതൊരു 13 വർഷമായിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ റിയാസ് നർമ്മകല എന്ന് പറഞ്ഞിട്ട് മരുമയത്തിലൊക്കെയുള്ള ഇക്കയാണ് അതിന്റെ ഓണർ ആയിരുന്നത്. പുള്ളി മാറി ഇപ്പൊ ഒരു 13 വർഷമായിട്ട് ഞാനാണ് നോക്കുന്നത്. അതാണ് നർമ്മകല. പുള്ളിയുടെ പേര് റിയാസ് നർമ്മകല എന്നാണ്. അത് തന്നെ ഞാനും അതുപോലെ ആക്കിയിട്ട് വിനോദ് നർമ്മകല. അങ്ങനെ അപ്പൊ ഇതിന്റെ ഫുൾ കോർഡിനേഷൻസും അതിന്റെ ഡയറക്ഷൻ ഒക്കെ വിനോദാണോ? ഡയറക്ഷൻ വേറെ ആളുണ്ട്, പക്ഷെ ബാക്കി എന്റെ പ്രൊഡക്ഷൻ ഭാഗത്തും അതിൽ ആർട്ടിസ്റ്റായിട്ടും ഞാൻ തന്നെയാണ്. ബാക്കി ആളിനാണ് അതിന്റെ മാനേജർ എല്ലാം. അങ്ങനെ അല്ലെ, അങ്ങനെ തന്നെ പറയാം നമുക്ക് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നിരവധി വേദികളിൽ ഇപ്പൊ എത്ര വർഷം? ഞാൻ ഫീൽഡിൽ വന്നിട്ട് ഇത് 26ാമത്തെ വർഷമാണ്. 26ാമത്തെ വർഷമാണ് അല്ലെ? അപ്പോൾ 26ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ, തുടക്കകാലം നമ്മുടെ. ഓക്കെ, അപ്പൊ തുടക്കകാലം എവിടെയായിരുന്നു? നാട് എവിടെയാ? നാട് തിരുവനന്തപുരം വെഞ്ഞാറമൂട് പിരപ്പംകൂട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ അവിടെ നിന്നാണ് പറഞ്ഞ പോലെ ജനിച്ചു വളർന്ന നാട്. ആ നാട്ടിൽ നിന്ന് ഹാസ്യ ലോകത്തേക്ക് വരുന്നു, അതും സ്ത്രീ കഥാപാത്രമായിട്ട് എത്തുന്നു, പുരുഷനിലെ സ്ത്രീ ഭാവം കാണിക്കുന്നു, അല്ലെ? അല്ല, ആദ്യം ഞാൻ വന്നത് സിംഗർ ആയിട്ടാണ്, ഫീമെയിൽ സിംഗർ. അന്ന് മിമിക്സ് ഗാനമേളയുണ്ട്. അപ്പൊ അതില് ഫീമെയിൽ വോയിസിൽ പാടാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ ക്രമേണ ഈ ഗാനമേള ഔട്ടായി തുടങ്ങിയപ്പോഴാണ് ക്യാരക്ടർ ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം സിംഗർ ആയിരുന്നു, പിന്നെയാണ് ഇതിലോട്ട് വന്നത്. ഓ, കൊള്ളാം. അതന്നെ ഒരു പുതുമയാണല്ലോ. അത് ശരിക്കും എത്രാമത്തെ വയസ്സിലാണ് ഫീമെയിൽ സിംഗർ ഒക്കെ ആയിട്ട് എത്തുന്നത്? ആ ഞാൻ പറഞ്ഞ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി ടൈമിലൊക്കെയാണ് അതിലോട്ട് വരുന്നത്, ഫീമെയിൽ സിംഗർ ആയിട്ട് വരുന്നത്, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ. അപ്പൊ ഈ കലയോട് ഒരു താല്പര്യം കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്നോ? അത് ചെറുതിലുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉണ്ട്. അവിടെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. മിമിക്രി, ഡാൻസ്, അങ്ങനെ എല്ലാ ഐറ്റത്തിലും പങ്കെടുക്കുമായിരുന്നു. ഓളിനോളായിരുന്നു കലാരംഗത്ത്. കലാതിലകമൊക്കെ ആയിരുന്നു ആ ടൈമിൽ സ്കൂളിലൊക്കെ. 2 തവണ മികച്ച നടിക്കുള്ള അവാർഡും സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടി. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന ടൈമിൽ. നാടകത്തിലാണോ? നാടകത്തില്, അന്ന് സ്കൂൾ കോമ്പറ്റീഷൻ നാടകങ്ങൾ. അപ്പൊ കുട്ടിക്കാലം മുതലേ സ്ത്രീ കഥാപാത്രങ്ങളോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ട് അല്ലെ? വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യുന്നു. കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു താങ്കളെ ഞാൻ ഇന്റർവ്യൂവിന് ക്ഷണിക്കാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജയസൂര്യയുടെ സ്ത്രീ കഥാപാത്രം അറിയാലോ, നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതിലെ ലുക്ക് കറക്റ്റ് ജയസൂര്യയുടെ അതേ ലുക്കിൽ തന്നെ താങ്കള് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അതെങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് വന്നത്? നമ്മുടെ എല്ലാ വർഷവും ഈ പ്രോഗ്രാമിന് വേണ്ടി ഫോട്ടോഷൂട്ട് നടത്താറുണ്ട്. അപ്പൊ ആ ഒരു വർഷം മറ്റേ മേരിക്കുട്ടി ഇറങ്ങിയ ആ ഒരു വർഷം ഞാൻ ആ ഒരു പാറ്റേൺ കോസ്റ്റ്യൂം ചെയ്യാന്നുള്ള രീതിക്ക് പ്ലാൻ ചെയ്തിട്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ബിജു ഭാസ്കർ എന്ന് പറയും, പുള്ളി തന്നെയാണ് അത് ഇത് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൺസെപ്റ്റ് തരുന്നത്. ഞാൻ അത് വെച്ചിട്ട് ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ഫിഗർ കിട്ടി. അപ്പൊ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് അന്നാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ആ ഫിഗർ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ അപ്പോഴാണ്. പിന്നെ പുള്ളി തന്നെ അതിനുള്ള കോസ്റ്റ്യൂം എല്ലാം അതുപോലെ ഡിസൈൻ ചെയ്തൊക്കെ തന്നായിരുന്നു. പിന്നെ അത് സ്റ്റേജിൽ അന്ന് മുതൽ ഇങ്ങോട്ട്
പിന്നെ പുള്ളിയുടെ മുമ്പ് ഞാൻ ആദ്യമായിട്ട് ആ പെർഫോം ചെയ്യുന്നതും ജയസൂര്യ പുള്ളിയുടെ മുമ്പിൽ തന്നെ അദ്ദേഹത്തിന് മുമ്പ് ചെയ്യാൻ പറ്റി. അദ്ദേഹം എന്ത് പറഞ്ഞു എന്നിട്ട്? നല്ല ഗംഭീര അഭിപ്രായമായിരുന്നു പുള്ളി. പുള്ളി എന്നെ ഞെട്ടിപ്പോയി. കാരണം അതേപോലെ പക്ക കോസ്റ്റ്യൂം ചെയ്തു തന്നു. പുള്ളി ഈ കോസ്റ്റ്യൂം ഒക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു, എന്നെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് തരാമായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതൊരു അത്ഭുതം തന്നെയാണ്. മറ്റേ മേരിക്കുട്ടിയുടെ മറ്റേ റണ്ണിങ് ഇതിന്റെ ഉണ്ടായിരുന്നു, സക്സസ്ഫുള്ളിന്റെ അതിന്റെ ഒരു ഫംഗ്ഷനാണ് പുള്ളി അവിടെ വന്നത്. അപ്പോഴാണ് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഞാൻ മേരിക്കുട്ടിയായിരുന്നു. ഞാൻ മേരിക്കുട്ടി. നൈസ്. അപ്പോൾ നിരവധി കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ വേദിയിൽ കോമഡി ഷോയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സ്റ്റാറിലേക്കൊക്കെ എങ്ങനെ വരുന്നു, നമ്മുടെ കോമഡി സ്റ്റാറിലേക്കൊക്കെ എങ്ങനെ എത്തുന്നത്? കോമഡി സ്റ്റാറിൽ അന്ന് ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ, സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആൽഫ എന്ന് പറയുന്നൊരു ടീമാണ് എന്നെ ആദ്യം അതിലോട്ട് വിളിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് എല്ലാ ടീമിലും ചെയ്യാൻ തുടങ്ങി. പിന്നെ കോമഡി എക്സ്പ്രസ് ആയപ്പോൾ അതിൽ മെയിനായിട്ട് ലാസ്റ്റ് വരെ ഞാൻ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 4-5 പേരുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഈ ലൈവ് സ്കിറ്റ് കളിക്കുന്നവർ വളരെ കുറവായിരുന്നു ഫീമെയിൽ ആയിട്ട്. അപ്പൊ അവിടെ ലാസ്റ്റ് വരെ എനിക്ക് ഫൈനൽ വരെ നിൽക്കാൻ പറ്റി. എല്ലാം ഒരുപാട് 10,000-ന് പുറത്ത് സ്കിറ്റുകൾ ചെയ്യാൻ പറ്റി. നല്ല അനുഭവമായിരുന്നു. അപ്പൊ അവിടെ ആശാശരത്തിന്റെ ഫിഗറും ഒക്കെ ചെയ്തിട്ടുണ്ട് അന്ന്. മറ്റേ കുങ്കുമപ്പൂ നടക്കുന്ന ടൈം ആ ഫിഗറൊക്കെ ചെയ്യുമായിരുന്നു. ശരിക്കും ഏഷ്യനിലെ സ്റ്റാർ ആയിരുന്നു കോമഡി സ്റ്റാറിൽ. ആ ഒരു ടൈമിൽ എത്രയും ഇതായിരുന്നു അല്ലേ? ഓക്കെ. അതിനുശേഷം ഇനിയിപ്പോ നമ്മള് നേരത്തെ മനോരമയുടെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കോമഡി എക്സ്പ്രസ് കോമഡി ഫെസ്റ്റിവൽ ആയിരുന്നു. കോമഡി ഫെസ്റ്റിവൽ. അപ്പൊ ആ സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ നിറഞ്ഞു നിന്നു ടിവിയില് അല്ലെ. പിന്നെ ഓരോ വേദികളിലേക്ക് വഴി മാറുന്നു. സ്റ്റേജ് ഷോയിലോട്ടാണ്. സ്റ്റേജ് ഷോ ഏറ്റവും ആദ്യമായിട്ട് സ്റ്റേജ് ഷോ എവിടെ ചെയ്യുന്നത്? അത് കിളിമാനൂരാണ്. കിളിമാനൂർ, ട്രിവാൻഡ്രം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? എന്ത് കഥാപാത്രമായിരുന്നു അന്ന്? ഞാൻ പാടാൻ വന്ന ഈ ഫീമെയിൽ വേഷം ആദ്യം ചെയ്യുന്നത് വെമ്പായത്ത്. അത് ആ സമിതി നിസരി എന്ന് പറഞ്ഞൊരു ട്രൂപ്പായിരുന്നു. അതിലാണ് ഞാൻ ആദ്യം വരുന്നത്. അപ്പൊ ആ സമിതിയിൽ കളിക്കുമ്പോൾ തന്നെയാണ് ഈ വേഷം ചെയ്യുന്നത്. പാട്ടിലേക്ക് വരാം നമുക്ക്. പാട്ടെല്ലാവരുടെ ഒരു ഇഷ്ട സംഭവമാണല്ലോ. ശരിക്കും ഈ ഫീമെയിൽ വോയിസില് ആൺകുട്ടികൾ പാടാന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ട് ഫീൽ ചെയ്യും ചിലപ്പോ. എനിക്ക് പിന്നെ എന്റെ വോയിസും കുറച്ച് ഒരു ഫീമെയിൽ ടച്ച് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ എങ്ങനെ ഫീമെയിൽ വോയിസിൽ അന്ന് പാടിയ ഒരു പാട്ട് ഇപ്പൊ നമുക്കൊന്ന് പാടിയാലോ? കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ട്രൈ. അത്രേ ഉള്ളൂ. നമ്മള് ഓൾറെഡി സ്ക്രിപ്റ്റഡ് അല്ലല്ലോ ഷോ നമ്മുടെ. അപ്പൊ ഇപ്പൊ ഈ സമയത്ത് എങ്ങനെയാണോ പാടുന്നത് അതുപോലെ അങ്ങ് പാടിയാൽ മതി. നോക്കാം. തൊണ്ടയ്ക്ക് ഓക്കെ, തീർച്ചയായിട്ടും. എന്നോടെന്തിനെ പിണക്കം, ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം, ഒരുപാടു നാളായി കാത്തിരുന്നു നീ ഒരു നോക്കു കാണാൻ വന്നില്ല, ചന്ദനത്തിന്നലും പൂനിലാവും തീർച്ചയായിട്ടും. പക്ഷേ ഒരു 2 ആഴ്ചയായിട്ട് ട്രീറ്റ്മെന്റിലാണ്. ഇൻഫെക്ഷൻ ആയിട്ട് ഓൾറെഡി ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലാണ്, കഫക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. ശരിക്കും എങ്ങനെയാണ് ഈ ഫീമെയിൽ വോയിസിൽ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആ സമയത്തൊക്കെ ഈ സാധാ ഫോണൊക്കെ അല്ലേ, പലരും പയ്യന്മാർക്ക് നമ്പർ എന്നെ വിളിച്ച് പറ്റിക്കാൻ പറഞ്ഞു ഒരുപാട് പേരെ പറ്റിക്കുമായിരുന്നു. കറക്റ്റ് കിട്ടൂലേ? എത്ര പേരെടുത്ത് പ്രേമം തോന്നിയിട്ടുണ്ടെന്ന്? അത് കുറെ പേര് അങ്ങനെ നേരിട്ട് കാണുന്നില്ലല്ലോ, ഫോൺ വഴിയുള്ള ഒരുപാട് പ്രേമങ്ങളുണ്ടായിരുന്നു ആ ടൈമിലൊക്കെ. രസമായിട്ട് തോന്നാറില്ല. കാരണം മറ്റുള്ളവർ പറ്റിക്കാൻ അവർക്കൊരു കാര്യം, അവരെ കൂട്ടുകാരെ പറ്റിക്കുമ്പോ എനിക്ക് നേരിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കത്തില്ല, എന്റെ ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സിന് അങ്ങനെ കണക്ട് ചെയ്തിട്ട് പറ്റിക്കുന്ന പരിപാടി അല്ലെ? ഒരു ഫീമെയിൽ ടച്ച് വോയിസ്, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ വോയിസിൽ ഫീമെയിൽ ടച്ച് കൂടി കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പല രീതിയിലുള്ള കോമിക് സംഭവങ്ങളിലേക്കൊക്കെ വരും. അങ്ങനെ ഫീമെയിൽ വോയിസിൽ പാട്ടുകൾ പാടുന്നു. ഈ ഫീമെയിൽ വോയിസിൽ പാട്ടുകൾ പാടുമ്പോൾ വേദിയിലിരിക്കുന്ന ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അല്ല, അന്നൊക്കെ നല്ല ഇതായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ എന്റെ സൗണ്ട് ഇതും അല്ലായിരുന്നു, കുറച്ചുകൂടെ നല്ല ഇതായിട്ട് നല്ല അച്ഛണ്ടായിരുന്ന. പിന്നെ നമ്മള് എന്താ ഇപ്പൊ പ്രാക്ടീസ് ഇല്ല, ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല, പാട്ടേ ഇല്ല. ഇപ്പൊ ഇതിലോട്ടങ്ങ് മാറിയപ്പോഴത്തേക്കും ഈ സംഭവം അങ്ങ് വിട്ടു. അന്ന് നല്ല വിജയം, കാരണം ഗാനമേള, മ്യൂസിക് ഗാനമേള എന്നുള്ള ടൈമിൽ ഇത് നല്ല റേഞ്ചിൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ നമുക്ക് അത്രയും സപ്പോർട്ട്. അന്നൊക്കെ ഒരു 5-6 പാട്ടൊക്കെ ഉണ്ടായിരിക്കും മ്യൂസിക് ഷോയ്ക്ക്. അന്ന് 2.5 മണിക്കൂർ ഷോയ്ക്ക്, ഇപ്പൊ 2 മണിക്കൂറായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് നമ്മൾ എത്ര കൂടുതൽ പാടാൻ പറ്റും അത്രത്തോളം പാടാൻ ശ്രമിക്കും. അത് ആൾക്കാർ കാണാനും നല്ല ഇതാ, അവർ സപ്പോർട്ട്. വിനോദ് മാത്രമായിട്ട് പാടോ അല്ലെങ്കിൽ കൂടെ ഓർക്കസ്ട്ര ഒക്കെ ഉണ്ട്? ഓർക്കസ്ട്ര തൊണ്ട വെച്ചിട്ടുള്ള ഓർക്കസ്ട്ര, മിമിക്രിയാണ്, മ്യൂസിക് ഗാനമേളയാണ്. അപ്പൊ ഒരു 2 പേര് റിതം, 2 പേര് സ്ട്രിങ്സ്, പിന്നെ ബാക്കി ആൾക്കാർ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു 5-6 പേര് ഉണ്ടാവും. പിന്നെ മെയിൽ സിംഗർ ഒരാളുണ്ടാവും. ഓർക്കസ്ട്രയ്ക്ക് തന്നെ ഒരു 6 പേരുണ്ടാവും. അപ്പൊ അങ്ങനെ ടോട്ടാലിറ്റി അങ്ങനെ പാടുന്നു അല്ലെ? അതന്നെ ഗംഭീരാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് കലാകാരന്മാരുടെ വലിയൊരു സംഭവം തന്നെ, കഴിവാണ് അത് ശരിക്കും. കരോക്കെയും അല്ല, ഓർക്കസ്ട്ര അല്ല, വെച്ചിട്ട്
തൊണ്ട കൊണ്ട് തന്നെ തൊണ്ട കൊണ്ട് പാടിക്കൊണ്ടിരിക്കുക, തൊണ്ട കൊണ്ട് തന്നെ ശബ്ദങ്ങൾ ഉണ്ടാക്കുക, സംഗീതം ഉണ്ടാക്കുക. സോ ഗ്രേറ്റ്. ദെൻ അപ്പോൾ ഈ പറഞ്ഞ പോലെ നാട്ടിലാണല്ലോ ആദ്യം തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടക്കം കുറിച്ചത്. നാട്ടിൽ തന്നെയായിരിക്കും സ്ത്രീ വേഷം ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ പുരുഷൻ സ്ത്രീയാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്, നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ട് കാണുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഒരു ഫീമെയിൽ ടച്ച് വേഷം വന്നപ്പോൾ ആളുകൾ എന്തെങ്കിലും കുറ്റം പറയുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ എല്ലാവരും ഇപ്പോഴും ഫുൾ ടൈം ഇത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ചെയ്യാൻ പറ്റത്തില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇത് ചെയ്യുന്ന എനിക്കിങ്ങനെ മോശം അനുഭവം ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ലപോലെ ചെയ്യാൻ ശ്രമിക്കും. അല്ല, മോശം അനുഭവം അല്ല, ഇപ്പൊ ആളുകളുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? അല്ല, നല്ല സപ്പോർട്ടാണ്. ആരും അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഫുൾ ഇത് തന്നെ ചെയ്യുന്നോണ്ടുള്ള ഒരു ഇത് പറയും, മാറ്റി ചെയ്യണം, മെയിൽ ക്യാരക്ടറുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാറ്റി അങ്ങനെ 1-2 ഷോർട്ട് ഫിലിമിലൊക്കെ ചെയ്തിട്ടുണ്ട് മെയിലായിട്ട്. അഭിനയമുണ്ട് ഷോർട്ട് ഫിലിംസിലൊക്കെ അല്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഷോർട്ട് ഫിലിംസ്? അത് കനൽ എന്ന് പറഞ്ഞിട്ട് വരണം. നമ്മുടെ ആരോൺ ഡാൻസ് കമ്പനി എന്നിട്ടൊരു ബാൻഡ് ഉണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് വർക്കല. അപ്പൊ അവരുടെ കനല്, പിന്നെ പാതാളം ഭൈരവൻ, പട്ടാളം, ഭവാനി, അങ്ങനെ അവരുടെ ഒരു 4 ചെയ്തിട്ടുണ്ട്. കഥാപാത്രം അതല്ല, ഒന്നിലൊരു ഗുണ്ടയായിരുന്നു, ഒരു മെയിൽ വില്ലേഷായിരുന്നു. പിന്നെ ഒന്നില് ഈ ഭവാനി എന്ന് പറഞ്ഞ അവരുടെ 4 മക്കളിൽ ഒരാള്, അങ്ങനെയൊക്കെ. അപ്പൊ ഗുണ്ട കഥാപാത്രം അത് പക്ഷെ വേറെ ലുക്കെല്ലാം മാറ്റി, തലയെല്ലാം മുട്ടയടിച്ചിട്ട് ഈ കാതിലൊക്കെ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ വാസോണന്റെ വേറൊരു ലുക്കിലേക്ക് ശരിയൊരു ഗുണ്ട ലുക്ക് ഉണ്ട് ഇതിന്റെ ഇടയിൽ. അതും തമ്മിൽ വളരെ ഡിഫറെന്റ് ആയിട്ട് വരും. കേരളത്തിൽ എത്ര വേദികളിൽ പോയി നിലവിൽ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്? വേദികൾ എങ്ങനെയായാലും ഇത്രയും വർഷമായില്ലേ, അങ്ങനെ ഒരു 12,000 പുറത്തൊക്കെ പോയി കാണും. എന്നുവെച്ചാല് 14 ജില്ലയും കവർ ചെയ്യുന്നുണ്ടായിരിക്കും. 14 ജില്ല, 14 എല്ലാം എനിക്ക് തോന്നുന്നു മലപ്പുറം, വയനാട് അവിടെയും ചെയ്തിട്ടില്ല. ബാക്കിയുള്ള ജില്ലകളിലെല്ലാം ഏകദേശം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പോ സ്ത്രീകളും കോമഡിയിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ്. അവർ നല്ല രീതിയിൽ കോമഡി സ്കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആൺകുട്ടികള് സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് വരുമ്പോ അതിനെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ നേരിട്ട് വന്നു കഴിഞ്ഞപ്പോ നിങ്ങളുടെ ഒരു വാല്യൂ അവിടെ കുറഞ്ഞു തുടങ്ങി അല്ലേ? അത് ശരിക്കും അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങിയില്ലേ? അപ്പൊ ഇപ്പൊ എന്ത് തോന്നുന്നു അങ്ങനെ കുറഞ്ഞു തുടങ്ങിയപ്പോ? അല്ല, ഇപ്പൊ ഫീൽഡിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിക്കുള്ളവരും ഇല്ല, പലരും ഇത് മതിയാക്കി പോയി. ഇപ്പൊ ശരിക്കും സ്റ്റേജിൽ നിൽക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അതെനിക്ക് സ്വന്തം സമിതി ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ മാത്രം. മറ്റു സമിതികളിലൊന്നും ഫീമെയിൽ ആർട്ടിസ്റ്റുകളില്ല. എല്ലാ സ്ഥലത്തും ഒറിജിനൽ ഫീമെയിൽസ് തന്നെയാണ് ചെയ്യുന്നത്. ശരിക്കും അത് ഭയങ്കരമായിട്ട് ബാധിച്ചു അല്ലേ? ഫീമെയിൽ ചെയ്യുന്ന ആർട്ടിസ്റ്റൊക്കെ അത് ബാധിച്ചിട്ടുണ്ട്. പിന്നെ പഴയതുപോലെ സ്റ്റേജ് ഷോയും ഇല്ല. ഇപ്പൊ ഈ ഗാനമേള, നാടൻപാട്ട്, കൈകൊട്ടികൾ ഇതിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്കും കോമഡി ഷോയ്ക്കുള്ള അവസരം വളരെ കുറവാണ്. ഒരു കാലത്ത് ട്രെൻഡിൽ നിന്നിരുന്നല്ലേ മിക്സ് പരേഡും ഒപ്പം തന്നെ ഇതുപോലെയുള്ള കോമഡി കാര്യങ്ങൾ, സ്കിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കാലത്ത് ട്രെൻഡിങ് നിന്നാണ്. അതിൽ നിന്ന് ഒരൊറ്റടിക്ക് കീപ്പോട്ട് പോന്നപ്പോൾ നിങ്ങളെ പോലെയുള്ള കലാകാരന്മാർ അത് ഏത് രീതിയിലായിരിക്കും ബാധിച്ചിട്ടുണ്ടായിരിക്കുക? ഞങ്ങൾക്കത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞാൽ അങ്ങ് പോയി തീരെ ഇല്ല. ഇപ്പൊ ഒരു സമയത്ത് ഒരു ക്ഷേത്രത്തിൽ തന്നെ 3-4 ടീമിന്റെ മിമിക്സ് വെക്കാറുണ്ട്. ഇപ്പൊ ഒരെണ്ണം പോലും വെക്കാറില്ല, അപൂർവമായിട്ടാണ് വെക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇപ്പൊ ഞാൻ മാത്രം ഒരു സമിതിയിൽ 10-22 ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഈ 22 ആർട്ടിസ്റ്റുകളുടെ കുടുംബത്തിന് ഒക്കെയുള്ള സമയം, കാരണം ഇത് കല കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ പേര്. മറ്റൊരു തൊഴിലിന് പോകാൻ നമുക്ക് ഇതുമായിട്ട് നിൽക്കുമ്പോൾ പോകാൻ പറ്റത്തില്ല. കാരണം എന്ത് ജോലിക്ക് പോയാലും സ്ഥിരമായിട്ട് പോകണം. ഈ സ്റ്റേജ് ഷോ വരുന്ന സമയത്ത് നമുക്ക് ലീവ് വേണമെന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല. സ്റ്റേജ് ഷോ നമുക്ക് ഒഴിവാക്കാനും പറ്റത്തില്ല. അപ്പൊ ഇതുകൊണ്ട് മാത്രം പോകുന്ന ആൾക്കാരുണ്ടാവും. ഈ 365 ദിവസത്തിൽ മിക്കവാറും ഒരു 65 ദിവസമൊക്കെ ആയിരിക്കും നമുക്ക് ഷോ ഉണ്ടാവുക. ബാക്കിയുള്ള ദിവസം നമുക്ക് വെറുതെ ഇരിക്കേണ്ടി വരും. ഓഫ് സീസൺ ഉണ്ടാവില്ല. ഓഫ് സീസൺ ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പൊ വേറെ ഒരു തൊഴിലും പോകാനും പറ്റത്തില്ല. ഒരു കലാകാരനായി അറിയപ്പെട്ടാൽ ഇപ്പൊ കോമഡി താരാണെങ്കിൽ ആ ഒരു ലൈംലൈറ്റിൽ നിൽക്കാണ്. പിന്നെ മറ്റൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആളുകള് കളിയാക്കും. അതിൽ നിൽക്കുന്നോണ്ടല്ല, കളിയാക്കുന്ന അതൊന്നും അല്ല. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, പോകാൻ പറ്റാത്തതെന്ന് വെച്ചാല് ഇതാണ്, എവിടെയായാലും സ്ഥിരമായിട്ട് പോകണം. ഏത് ജോലിക്കാണെങ്കിലും നമുക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ ലീവ് ആരും തരത്തില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള വിഷയം. അങ്ങനെ വരുമ്പോഴാണ് ബുദ്ധിമുട്ടിലേക്ക് വരുന്നത് കലാകാരന്മാരുടെ ജീവിതം അല്ലെ? ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ നല്ല പേയ്മെന്റ് വാങ്ങിച്ച് കളിക്കുന്നവർക്ക് അത് മതിയായിരിക്കും. ഒരു ഷോയ്ക്ക് തന്നെ 25-30 ഒക്കെ വാങ്ങിച്ച് കളിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് ഒരു മാസത്തിൽ 5-6 പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ മതിയാവും. ബാക്കി സാധാ ഈ 1200-2000 ഒക്കെ പേയ്മെന്റ് വാങ്ങിക്കുന്നവർക്ക് ഒരു മാസം 5-6 കളി കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഒരു പ്രയോജനം. അപ്പൊ നമ്മളിപ്പോ ചാനൽ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ സ്റ്റേജ് ഷോയും ചെയ്യുന്നുണ്ടല്ലോ. ഇതിൽ ഏറ്റവും നല്ലത് ഏതാ? നിങ്ങൾക്ക് കൂടുതൽ ഫണ്ട് കിട്ടുന്നത് ഏതാ? അല്ല, നമുക്ക് സാമ്പത്തികമായാലും നമുക്ക് ചെയ്യാൻ നല്ലതും സ്റ്റേജ് ഷോ ആണ്. അത് നമുക്ക് പ്രതികരണം അപ്പം തന്നെ അറിയാം, നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും. മറ്റേ നമുക്ക് റീടേക്ക് മറ്റു കാര്യങ്ങൾ അതിലെന്ത് മെയിൻ്റെനൻസ് വേണോ ചെയ്ത് ഇതാക്കാൻ പറ്റും.
ആ പ്രേക്ഷകരുടെ പ്രതികരണം അറിയാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഡയറക്റ്റ് ആണ്. എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൂക്കുകളി കിട്ടും, അത് അതിന്റെ കൂക്കുകളി അത് വേറൊരു ഫീലാണ്, കൈയടിയും കിട്ടും. മറ്റേതുപോലെ അല്ല. പിന്നെ സാമ്പത്തിക കാര്യം സ്റ്റേജ് ഷോ ആണ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ. ചാനലിന്റെ ഒക്കെ പെൻഡിങ് ആയിരിക്കാം, ചിലപ്പോൾ കിട്ടിയത് എപ്പോഴായിരിക്കും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പലതും പെൻഡിങ് ആയി പോയതുണ്ട്. സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാം നല്ലതാണെന്നെങ്കിൽ കമ്മിറ്റിക്കാർ കൃത്യമായിട്ട് പേയ്മെന്റ് തന്നാണ് നമ്മൾ കളിക്കുന്നത്. അപ്പൊ ആർട്ടിസ്റ്റുകൾ അതുപോലെയുള്ള പേയ്മെന്റ് കിട്ടുന്നുണ്ട്. ജീവിതത്തിൽ സ്ത്രീയായിട്ട് വേഷം കെട്ടി കോമഡി കഥാപാത്രങ്ങൾ ചെയ്ത് നല്ലൊരു എന്താ പറയാ സോങ് പാടി, പറഞ്ഞ ഫീമെയിൽ വോയിസിൽ പാട്ട് പാടി അങ്ങനെ നാട്ടുകാരെ ഹാപ്പി ആക്കി. ശരിക്കും ഇപ്പോ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി. അവരുടെ കല്യാണം കഴിഞ്ഞ് അവര് സെപ്പറേറ്റ് താമസിക്കുന്നത്. വിനോദ് കല്യാണം കഴിഞ്ഞില്ല, കലയിലേക്ക് വഴിമാറി ജീവിതത്തില് ഒരു സഹി വേണമെന്ന് തോന്നിയില്ല? ഇല്ല, ഞാൻ ഇത് ഫുൾ ഇതിന്റെ പുറകിൽ തന്നെയാണ്, എപ്പോഴും ഇത് തന്നെയാണ് ഇതിന്റെ കൂടെ. ജീവിതത്തിലേക്ക് ഇറങ്ങിയത് കലയിലേക്ക് ഇറങ്ങി അല്ലെ? അതിന്ന് ഇനി മാറ്റമില്ല. ഇല്ല. ഓക്കെ, ഇപ്പൊ ആരെയാണ് പുതിയ ട്രൂപ്പിലെ മറ്റു താരങ്ങൾ ആരൊക്കെയാണ്? ഇപ്പൊ നമ്മുടെ ടീമിൽ നിൽക്കുന്നത് സിനിമാ താരം രശ്മി അനില്, പ്രശാന്ത് കാഞ്ഞിരമറ്റം, ശ്യാം ചാത്തന്നൂര്, അമൽ ബാല, സുനിത് ബാലൻ, അങ്ങനെ അവരാണ് സ്കിറ്റ് ടീം അവരാണ്. പിന്നെ കണ്ണൻ എന്ന് പറഞ്ഞൊരു ടീമിന്റെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്ന പുള്ളിയാണ്, അവരുടെ ഡാൻസ് ടീമുണ്ട്. പിന്നെ ടെക്നീഷ്യന്മാരെല്ലാം മൊത്തം ഒരു 25ഓളം പേര് ഞങ്ങളുണ്ട്. ഒരു ട്രൂപ്പ്, ഒരു സമിതി തുടങ്ങുന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര ഒരു റേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് വേണ്ടി വരും? ഒരു പ്രോഗ്രാം ഒരു സീസണിൽ ഇറക്കാൻ ഞങ്ങൾ എങ്ങനെയായാലും ഒരു 3.5-4 ലക്ഷം രൂപ വേണ്ടി വരും. അതിന്റെ റിഹേഴ്സൽ ക്യാമ്പ്, മറ്റ് ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും, കർട്ടൻ സെറ്റിങ്സ്, മറ്റു കാര്യങ്ങൾ, മെയിൻ്റെനൻസ്, ലൈറ്റിന്റെയും കാര്യങ്ങളൊക്കെ മെയിൻ്റെനൻസ് ഉണ്ടാവും. ക്യാമ്പ് എല്ലാം കൂടെ ചേർത്ത് ഒരു 4 ലക്ഷത്തോളം രൂപ വേണ്ടി വരും. പക്ഷെ അത് കളിച്ച് തിരിച്ച് എടുക്കണം. പക്ഷെ ഇപ്പൊ കിട്ടുന്ന കാര്യം പാടാം. ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് നമുക്ക് ഈ കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ടുള്ള ശേഷം സ്റ്റേജ് ഷോ വളരെ കുറവാണ്. അപ്പൊ ഈ സാമ്പത്തികം തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിക്ക സമിതികളിലും കടത്തിൽ തന്നെ ഒരുപാട് സമിതികൾ മതിയാക്കി, സീനിയർ ആയിട്ടുള്ള ഒത്തിരി സമിതികൾ മതിയാക്കി പോയി. അതായത് നമ്മൾ ഇറക്കുന്ന എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല, അതിൽ ലാഭം ഉണ്ടാവുന്നില്ല. അപ്പൊ സമിതികളും കലാകാരന്മാരൊക്കെ കുറഞ്ഞു. ശരിക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ബാധിച്ചു മിമിക്രി കലാകാരന്മാരെ, മറ്റുള്ള സ്റ്റേജ് ഷോകളൊക്കെ അല്ലെ? അതെ, ഈ നമ്മുടെ മെയിൻ ഒരു ആർട്ടിസ്റ്റ് വാങ്ങിക്കുന്ന സാലറിയുടെ ഒരു 1/4% പോലും ശരിക്കും സമിതിക്ക് കിട്ടത്തില്ല, സമിതി ഓണർക്ക് കിട്ടത്തില്ല. പിന്നെ വലിയ വലിയ പേയ്മെന്റ് ആണ് ആർട്ടിസ്റ്റുകൾ. നമ്മളിപ്പോ ഒരു ഷോ എടുക്കണ 85,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് കൊടുത്താലും സമിതിക്ക് ഒരു ഷോ കഴിഞ്ഞ് കിട്ടുന്നത് ചിലപ്പോൾ 5,000 രൂപ ആയിരിക്കും ഏറ്റവും കൂടി പോയാൽ. എനിക്കുന്ന ആർട്ടിസ്റ്റൊക്കെ അതിലേക്കാൾ നല്ല പേയ്മെന്റ് ആണ്. ആർട്ടിസ്റ്റൊക്കെ ഉപയോഗമാണ്, പക്ഷേ സമിതിക്ക് അതുകൊണ്ട് നേട്ടമില്ല. അത് കൊണ്ടുനടക്കുന്ന ആളിന് സാമ്പത്തികം ഭയങ്കര റിസ്ക് എടുക്കേണ്ടി വരും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെ? ഇങ്ങനെ ഇപ്പൊ താങ്കളുടെ സമിതി എങ്ങനെയാണ്? അത്യാവശ്യം നല്ല ഇതിൽ പോകുന്നുണ്ടോ? അല്ല, ഷോ അത്യാവശ്യം കളിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും സാമ്പത്തികത്തിൽ പിറകെ തന്നെയാണ്. കാരണം വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടേതായ പേയ്മെന്റ് എല്ലാം കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ചില കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ഏജൻസികൾ വിളിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കണം എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലും ആർട്ടിസ്റ്റുകളുടെ പേയ്മെന്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. അവർക്ക് ഫുൾ പേയ്മെന്റ് കൊടുത്തേ പറ്റും. അപ്പൊ അവിടെയും കുറയുന്നത് നമുക്കാണ്, നമ്മുടെ ഒരു വിധത്തിലാണ് അത് കുറയുന്നത്. സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് എത്തുമ്പോ സിനിമയിലേക്ക് എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായതെങ്കിലും സ്ത്രീ കഥാപാത്രം? എനിക്ക് കൂടുതൽ നേരത്തെ ഇത് തന്നെ സ്റ്റേജ് തന്നെ. ഇപ്പൊ ചാനൽ ചെയ്തിട്ടുള്ള സമയത്താണെങ്കിലും എനിക്ക് സ്റ്റേജ് തന്നെയാണ് അപ്പോഴും. ഇത്രയും എപ്പിസോഡ് സ്കിറ്റുകളെല്ലാം ചെയ്തെങ്കിലും സ്റ്റേജിൽ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഫീല് വേറെ, റെസ്പോൺസ് കിട്ടിയിട്ട്. അതുപോലെ നമ്മൾ ചെന്ന് ഇപ്പൊ ഇന്ന് രാത്രി 7 മണിക്കാണ് പറയുകയെങ്കിൽ ഉച്ചയാകുമ്പോഴേക്ക് ഞങ്ങളൊരു 11-12 മണിയാകുമ്പോൾ അവിടെ പറമ്പിലെത്തി ഈ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി എടുത്ത് പിന്നെ മേക്കപ്പ് ഇട്ട് പെട്ടെന്ന് തുടങ്ങാൻ പറയുമ്പോൾ ഓടിപ്പാൻ ചെയ്ത് പിന്നെ പടപട ഡ്രസ്സ് മാറി വന്ന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു സന്തോഷം വേറെ ഒരു ഇതാണ്. ഒരു ഫീമെയിൽ കോസ്റ്റ്യൂംസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴേ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നോക്കേണ്ടത്. പ്രധാനമായിട്ട് എങ്ങനെയാ കോസ്റ്റ്യൂംസ് ഇങ്ങനെ മുകളിലിടുക, അതല്ലെങ്കിൽ നോർമലി ചില സംഭവങ്ങൾ നമ്മൾ പെട്ടെന്ന് മാറേണ്ട സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ ഇട്ടേക്കും. ബാക്കി നമ്മൾ പോയി മാറി വരിക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ചിലത് നമ്മൾ ടെക്നിക്കലായിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ചേക്കും, പെട്ടെന്ന് എടുത്ത് ഉടുക്കത്തക്ക രീതിയിലെല്ലാം സാരിയൊക്കെ ആണെങ്കിലും പിൻ ചെയ്ത് റെഡിയാക്കി വെക്കും. പിന്നെ ചില ബൽക്രം പിടിപ്പിച്ച് വയ്ക്കും, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കും.
അപ്പോൾ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഈ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? എനിക്ക് അങ്ങനെ ഇതുവരെയും വന്നിട്ടില്ല. കാരണം എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ടൈം ഇല്ല. ഈ സ്റ്റേജ് സെറ്റ് ചെയ്ത് ഞാൻ നേരെ മേക്കപ്പിന് ഇരിക്കും. അത് കഴിഞ്ഞ് നേരെ പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം മേക്കപ്പ് അടിച്ചിട്ട് പിന്നെ സാധനങ്ങൾ അഴിച്ചു ഇറക്കി വണ്ടി കയറി ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് ഈ പുറത്തോട്ട് ഇറങ്ങാനോ വേറെ ഒരു ഇടപെടലിനോ ഒന്നും ഒരു അവസരം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടും വന്നിട്ടില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, സ്ത്രീയായിട്ട് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും പെട്ടെന്ന് വന്നിട്ട് പെൺകുട്ടിയാന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്? അങ്ങനെയൊക്കെ പറയും. ചിലപ്പോൾ തമാശക്കാണോ അല്ലെന്ന് ചിലർ വന്നിട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഒരു കുഴപ്പമില്ല, പലരും വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇത് ഞാൻ ഇന്ന് വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചാൽ എൻ്റെ ഭാര്യ ഇന്ന് പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. എൻജോയ് ചെയ്യും അതൊക്കെ? അതൊക്കെ രസമല്ലേ. ഫീമെയിൽ സോങ് പാടി സ്റ്റേജിൽ കഥാപാത്രങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. കുട്ടിക്കാലത്ത് ചെയ്തിട്ടുള്ള നല്ലൊരു കഥാപാത്രം ഏതായിരിക്കും? കുട്ടിക്കാലത്ത് ഞാൻ ഇപ്പൊ സ്റ്റേജിൽ ചെന്ന് ഒരുപാട് കുറെ ആഗ്രഹിച്ച കുറെ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി. മാക്കം ഭഗവതി അത് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ വടക്കം വീര കഥ ഉണ്ണിയാർച്ച ചെയ്യാൻ പറ്റി. പിന്നെ കായംകുളം കൊച്ചുണ്ണിയിലെ വാഴപ്പള്ളി ഉണ്ണിയാർച്ച ചെയ്തിട്ടുണ്ട്. വാഴപ്പള്ളി ജാനകി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത ടൈറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ പകൽഗാം സംഭവമായിരുന്നു. അപ്പൊ അതില് വെടികൊണ്ട് മരിക്കുന്ന ആളുടെ വൈഫായിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റി. അപ്പൊ അടുത്ത ഈ വരാൻ പോകുന്ന വർഷവും ആനുകാലികമായിട്ടുള്ള ഒരു സംഭവം, തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞു, റെക്കോർഡ് കഴിഞ്ഞു. ഈ മാസം 11-ാം തീയതി ക്യാമ്പിൽ കയറണം. 17-ാം തീയതിയാണ് ഫസ്റ്റ് പ്രോഗ്രാം ഈ വർഷത്തെ. പെഹൽഗാമിലെ ഒരു സ്ത്രീ കഥാപാത്രം ചെയ്തു എന്ന് പറഞ്ഞില്ലേ, മരിച്ച വ്യക്തിയുടെ ഭാര്യയായിട്ട്? എങ്ങനെയാ അത്? ഭയങ്കര ഇമോഷണൽ ആണോ അതല്ലെങ്കിൽ കോമിക് ആണോ? അല്ല, അത് ഞങ്ങളുടെ ഒരു പാട്ട് സീന് പോലെയാണ് ചെയ്തെടുത്തത്. അത് നമ്മൾ ഇവിടുന്ന് വിവാഹം കഴിഞ്ഞിട്ട് ഹണിമൂണിന് പോവുകയാണ്, ഭാര്യ ഭർത്താവും കൂടെ ഹണിമൂണിന് ഇവിടെ പോവുകയാണ്. പോകുന്ന വഴിക്കിട്ടാണ് അവിടെ അവർ വന്നിട്ട് തീവ്രവാദികൾ വന്നിട്ട് വെടിവെച്ച് കൊല്ലുന്നത്. അപ്പൊ ഈ പാട്ട് സീനെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സെന്റ് ഫീലിംഗ്, കാരണം നമ്മുടെ മുന്നിൽ വെച്ച് കൊല്ലുന്നതല്ലേ. അപ്പൊ ആ മടിയിലെടുത്ത് വെച്ചിട്ട് കരഞ്ഞ് പിന്നെ അവിടെ അവരുമായിട്ട് ഉള്ള ഇത് ചലഞ്ച്. പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിലോട്ട് പോകുന്ന സാധനം അതാണ്. അഭിനയിക്കാൻ അറിയോ? അഭിനയിച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റും? അത് റെക്കോർഡിങ് സംഭവമാണ്. വന്നിട്ട് ആ സാധനം ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. കാരണം റെക്കോർഡിങ്ങില് നമ്മള് അഭിനയിച്ച മതി, വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ലൈവ് പറയുന്നതല്ല, ലൈവ് വോയിസ് അല്ല. അതുകൊണ്ട് എനിക്ക് ഇത് ഡയലോഗ് ഓർമ്മയില്ല. തൂഫാന്റെ ഇപ്പൊ ചെയ്ത് റിഹേഴ്സൽ തുടങ്ങിയില്ല. അതൊരു അമ്മയുടെ ക്യാരക്ടറാണ്. ലഹരിക്ക് അടിമപ്പെട്ട ഒരു പയ്യന്റെ അമ്മ. ഫീലിങ്സ് ആണ്. അല്ല, ഇത് ലഹരിക്ക് അടിമപ്പെട്ടല്ല. ലഹരി ഒരു പാവം ഒരു സിഗി ഓടുന്ന ഒരു പയ്യൻ. ആ പയ്യൻ ഈ ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോകുന്ന സ്ഥലത്ത് ഇവന്മാര് ഈ ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാര് ഈ പയ്യൻ ഫുഡ് കൊണ്ടുവരാൻ താമസിക്കുന്നുണ്ട്, ആ പയ്യനെ കൊല്ലും. അപ്പൊ ഈ അമ്മ ഹരിതകർമ്മസേനയിലുള്ള ആളാ. അവര് ഈ ആക്രി പറക്കാൻ വേണ്ടി വരുന്ന സമയത്താണ് മോനെ കൊന്ന കേസ് അറിയുന്നത്. അപ്പൊ ഇവർക്കുണ്ടാവുന്ന ഇവര് പഴയകാലം ഓർമ്മിക്കുക, ആ മോനെ ഇവര് പാടുപെട്ട് വളർത്തുന്നതും അതെല്ലാം ഓർത്തിട്ട് പെട്ടെന്ന് ഇവര് ഫീൽ വന്ന് ഇവന്മാരെ രണ്ടുപേരെയും ഈ അമ്മ തന്നെ കൊല്ലുന്ന സംഭവം. ലൈവില് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ അല്ലെ? അതായത് നമ്മളെ ഒരു ആക്ഷൻ കട്ടിന്റെ ഇടയിൽ താങ്കൾക്ക് അഭിനയിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അത് നമ്മള് ചെയ്തെടുക്കാം. അല്ല, ഇപ്പൊ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. പക്ഷെ മറ്റേത് നമ്മള് ഓൾറെഡി ലൈവ് തന്നെയാണത്. ലൈവിലാണ്. പക്ഷെ വോയിസ് നമ്മുടെതല്ല, റെക്കോർഡിംഗ്. ഒരു ഫീലിങ്സിൽ അഭിനയിക്കാന്ന് പറയും, നമ്മള് ലൈവിൽ അഭിനയിക്കാന്ന് പറയും. നാടകമാണെങ്കിലും ആണെങ്കിൽ ലൈവ് ആണല്ലോ. നമുക്ക് അവിടെ കട്ടോ അല്ലെങ്കിൽ അത് റീടേക്കിംഗ് ഒന്നുമില്ല. ഒറ്റ സ്റ്റാർട്ട് ചെയ്ത് തീരുന്ന 2 മണിക്കൂർ ഒറ്റ ഇതിൽ പോകും. ഇനി ജീവിതത്തിലെ സ്വപ്നം വേറെന്താ? അങ്ങനെ ഒന്നുമില്ല, നല്ല പ്രോഗ്രാം ഇറക്കി മുമ്പോട്ട് മാത്രമേ. പുതിയ ഐഡിയാസ് വല്ലതും ഉണ്ടോ മനസ്സില്? അല്ല, അടുത്ത പ്രാവശ്യത്തെ പ്രോഗ്രാം ഏകദേശം എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്കിറ്റും കാര്യങ്ങളും എല്ലാം. അപ്പൊ നല്ലൊരു പ്രോഗ്രാമാണ് ഇപ്പൊ ഓൾറെഡി മൈൻഡിലുള്ളത്. ഇനി അത് കളിച്ച് സെറ്റ് ചെയ്ത് തരണം. ഈ സ്ക്രിപ്റ്റുകളൊക്കെ നമ്മളിപ്പോ ഇവിടെ നടക്കുന്ന സമകാലിക വിഷയങ്ങൾ വെച്ചിട്ടാണോ? ആനുകാലിക സംഭവങ്ങൾ വെച്ചിട്ട് തന്നെയാണ് എല്ലാ പ്രാവശ്യവും. ഇപ്പൊ കോമഡി ആയാലും ഈ സീരിയസ് ടൈറ്റിലായാലും നമ്മൾ ആനുകാലികം ഉൾപ്പെടുത്തി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറെ നല്ല കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് എന്നല്ലേ ജീവിതത്തില്? പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമേ ഇനി തെരഞ്ഞെടുക്കാൻ പ്ലാനുള്ളൂ? അല്ല, ഞാൻ പറഞ്ഞില്ല, ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ വേറെ കിട്ടിയാൽ ചെയ്യും, മെയിൽ വേഷം ചെയ്യും. സ്റ്റേജിൽ പിന്നെ എനിക്ക് പെട്ടെന്ന് മാറി ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഈ ഒരു ലുക്കേ അല്ല, ഫുള്ള് മേക്കപ്പ് ഒക്കെ ഇട്ട് വേറൊരു ഫിഗറിലാണ് വരുന്നത്. പിന്നെ അതെല്ലാം അഴിച്ചു മാറ്റിയിട്ട് വേറെ മെയിലിലോട്ട് ഒന്ന് ചെയ്യാൻ പെട്ടെന്ന് പാടായിരിക്കും. അല്ലെങ്കിൽ ത്രൂ ഔട്ട് ആദ്യമേ മെയിൽ ചെയ്ത് പോകണം. ഒരിക്കലും സിനിമയ്ക്ക് ശ്രമിച്ചിട്ടേ ഇല്ല അല്ലേ താങ്കള്? അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. സാധാരണ മിനി സ്ക്രീനിൽ ചെയ്യാൻ ഭയങ്കര താല്പര്യം സ്റ്റേജിൽ ചെയ്തുകൊണ്ട സമയത്ത്. പിന്നെ അതിലൊന്നും ചെയ്ത് കുറേ ചെയ്തായപ്പോഴത്തേക്കും പിന്നെ ആ ഒരു താല്പര്യം പോയി, ആ ഒരു ഇഷ്ടം മാറി. സീരിയൽസ് എല്ലാം വന്നിട്ടില്ല? ഇല്ല, സീരിയലൊന്നും ചെയ്തിട്ടില്ല.
സ്ക്രിപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ഈ കോമഡി അല്ലാണ്ട് തന്നെ മൂവീസ് അല്ലെങ്കിൽ സീരിയൽസിന്റെ സ്ക്രിപ്റ്റ്? ഇല്ല, ഞാൻ സ്ക്രിപ്റ്റ് ഞാനല്ല ചെയ്യുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ത്രെഡ് പറയുമായിരിക്കും. അപ്പോൾ ബാക്കി ആർട്ടിസ്റ്റുകളുണ്ടല്ലോ അവരെല്ലാരും കൂടെ തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. സ്ക്രിപ്റ്റിലേക്ക് പോയിട്ടില്ല? ഇല്ല ഇല്ല, പാട്ടിലും മിമിക്സിലും മാത്രമായിട്ട് നിൽക്കാണ്. എങ്ങനെ വോയിസ് ഇമിറ്റേഷൻ? അല്ല, ഇമിറ്റേഷൻ ഒന്നുമില്ല. അങ്ങനെയും ചെയ്യാറ്? ഫിഗർ, ക്യാരക്ടർ, ഫിഗർ ഇത് രണ്ടും തന്നെ ചെയ്തിട്ടുള്ള. ഇതുപോലെ ഇനി വേറെ ഏതെങ്കിലും നടന്മാരെ ഫിഗറുകൾ, ലേഡീസ് ഫിഗറുകൾ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ആവേശ് ഷൺമുഖി അങ്ങനെയുള്ള ഫിഗർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അംബിക, കല്ലറ അംബിക. അപ്പൊ അത് ചെയ്യാന്ന് കുറെ പേര് പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അല്ല, ലക്ഷ്മി നായർ, നമ്മുടെ ഇതെന്താ ബ്ലോഗർ, ലക്ഷ്മി നായർ. അപ്പൊ അത് രണ്ടും ചെയ്യുന്ന കുറെ പേര് പറഞ്ഞു. ഞാൻ രണ്ടും ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ ചെയ്ത് ഇത് രണ്ടും, ആശാ ശരത്തും ജയസൂര്യ, മേരിക്കുട്ടി. ആശാ ശരത്തിന്റെ ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അത് നല്ല അന്ന് ഹിറ്റായി നിൽക്കണ്ടായ്മ. മറ്റേ കുങ്കുമപ്പൂവ് വേറൊരു ഫിഗർ ആയിരുന്നല്ലോ അത്. മറ്റേ ആ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പ്രൊഫസർ ജയന്തി എന്ന് പറഞ്ഞിട്ടുള്ള. അങ്ങനെ ഈ ഗ്ലാസ് എപ്പോഴും കൂടി ഉണ്ടാവുക? അപ്പൊ ഇനി ഒരുപാട് നല്ല വേദികളൊക്കെ വരട്ടെ, ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഈ ഒരു ഹാഫ് ആൻ അവർ താങ്കളുടെ ലൈഫിൽ എന്താ പറയാ, ഇപ്പൊ ഷോ കഴിഞ്ഞിട്ട് വന്നാന്ന് തോന്നുന്നുണ്ടല്ലേ? ഷോ അല്ല, നമ്മുടെ പ്രോഗ്രാമിന്റെ ഏജൻസികളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇവിടെ വടക്കാഞ്ചേരി. അപ്പൊ അവരുടെ സമ്മേളനത്തിന് പങ്കെടുത്തിട്ടാണ് ഞങ്ങളൊരു 3-4 പേരുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം അവിടെ അടുത്ത അമ്പലത്തിൽ പോയിക്കുന്നത്, ഞാൻ ഇങ്ങോട്ട്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ വളരെ നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.